മലയാള മാധ്യമരംഗം അഗാധമായ അന്തസംഘർഷങ്ങളിലൂടെയും ആത്മപരിശോധനയിലൂടെയും കടന്നുപോയ ദിനങ്ങളാണ് ഇത്. മംഗളം ചാനൽ ആസൂത്രിതമായി ഒരുക്കിയ ഫോൺ കെണിയിൽ അകപ്പെട്ട് NCP നേതാവ് AK ശശീന്ദ്രന് മന്ത്രിസ്ഥാനം നഷ്ടമായി. വെറുതെ നടക്കുന്ന ഒരു മന്ത്രിയെ വനിതാ മാധ്യമപ്രവർത്തക അങ്ങോട്ട് ചെന്ന് കണ്ട് പരിചയപ്പെടുക, നിരന്തരം SMS അയച്ച് പരിചയം പുതുക്കുക, സ്നേഹാർദ്രമായി സംസാരിച്ച് പ്രണയം അഭിനയിക്കുക, അതിതീവ്രമായ സ്വകാര്യതയിൽ ലൈംഗിക സംഭാഷണം നടത്തുക, എന്നിട്ട് മന്ത്രിയുടെ സംഭാഷണ ശകലം മാത്രം കട്ട് ചെയ്ത് സംപ്രേഷണം ചെയ്യുക, അഗതിയായ വീട്ടമ്മയോടാണ് സംസാരിച്ചത് എന്ന നുണ പ്രചരിപ്പിക്കുക, ഒടുവിൽ കള്ളി പൊളിഞ്ഞെന്നുറപ്പായപ്പോൾ മാപ്പ് പറയുക. ഇത്തരമൊരു മാധ്യമ അധമത്വത്തിനാണ് കഴിഞ്ഞ വാരം കേരളം സാക്ഷ്യം വഹിച്ചത്. മംഗളം ചാനൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ സംഭവത്തിൻ്റെ പൊതു പശ്ചാത്തലത്തിൽ മലയാള ദൃശ്യ മാധ്യമ സംസ്കാരത്തെക്കുറിച്ചുള്ള സ്വയം വിമർശനാത്മക അന്വേഷണമാണ് ഈ ലക്കം അടയാളം. കേരളത്തിലെ മുഴുവൻ സമയ വാർത്താ ചാനൽ സംസ്കാരത്തിന് 1.5 പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യം മാത്രമാണുള്ളത്. 1.5 നൂറ്റാണ്ടിൻ്റെ തഴക്കമുള്ള പത്രവ്യവസായത്തെ അപേക്ഷിച്ച് ദൃശ്യമാധ്യമത്തിന് പ്രവർത്തന പക്വത ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജോസ് തെറ്റേലിനെതിരായ ലൈംഗിക ആരോപണം ഉയർന്ന ഘട്ടത്തിൽ ഇത് ബോധ്യമായതാണ്. എന്നാൽ ഇത്തരം ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മൊത്തം മാധ്യമ പ്രവർത്തനത്തെ നിന്ദിക്കാനുള്ള ഗൂഢനീക്കവും തിരിച്ചറിയപ്പെടണം. നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വാർത്താ ചാനൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഈ ചടങ്ങോടെ ഇന്ത്യ വിഷന്റെ ആമുഖ സംപ്രേഷണം തുടങ്ങുകയാണ്. തിരുവനന്തപുരത്ത് സെനറ്റ് ഹാളിൽ ഇന്ത്യ വിഷൻ ചാനൽ ഉദ്ഘാടനം ചെയ്ത് യേശുദാസ് കാത്തുനിൽക്കുകയാണ്. ഇതാണ് മലയാളത്തിലെ മുഴുവൻ സമയ വാർത്താ ചാനൽ സംസ്കാരത്തിന്റെ തുടക്കം. ഇന്ത്യ വിഷൻ ആദ്യ വാർത്താ ചാനൽ എന്നതിനപ്പുറം 1.5 പതിറ്റാണ്ടായിട്ടും തകർക്കപ്പെടാത്ത വാർത്താ മാതൃകയുടെ ആദ്യ രൂപം കൂടിയാണ്. പത്രങ്ങളുടെ ലോക്കൽ പേജിൽ നിന്ന് മോചിതമായ സാമൂഹിക പ്രശ്നങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലെ ബുള്ളറ്റിൻ തലക്കെട്ടുകളായി മാറി. ശസ്ത്രക്രിയയിലുണ്ടായ പിഴവുകൾ കാരണം അപകടാവസ്ഥയിലായ ആദിവാസികളെ മാധ്യമങ്ങൾ നേരിട്ട് അവതരിപ്പിച്ചിട്ടും ആരോഗ്യവകുപ്പിന് മാത്രം ഇപ്പോഴും ആദിവാസി വന്ധ്യകരണം സൃഷ്ടിച്ചെടുത്ത വിവാദം മാത്രമാണ്. സർക്കാരിന്റെ ഖനന തീരുമാനത്തിനെതിരെ ശക്തമായ ജനരോഷം ഇവിടെ ഉയർന്നു കഴിഞ്ഞു. ഇവർ ശാഖകളിലേക്കും മദ്രസകളിലേക്കുമായി ചുരുങ്ങുകയാണ്, കൂടുതൽ അകന്നു പോവുകയാണ്. നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ഇത്തരത്തിലുള്ള സ്ഫോടനത്തിന്റെ ശബ്ദങ്ങളാണ് ഇപ്പോൾ ഇവിടെ കേൾക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ദൃശ്യമാധ്യമ സ്ഥാപനത്തിന് നേരെ ആക്രമണമുണ്ടായതും ഒരു സ്ത്രീപീഡന വിവാദത്തെ തുടർന്നാണ്. മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രതിസ്ഥാനത്ത് നിന്ന ഐസ്ക്രീം പാർലർ കേസ്. കോടതിയുടെ മുമ്പിൽ മൊഴിമാറ്റി പറഞ്ഞ റജീന അന്വേഷണ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പരസ്യമായി ആവർത്തിച്ചതോടെ കോഴിക്കോട് ഐസ്ക്രീം പാർലർ സെക്സ് റാക്കറ്റ് കേസ് ചാരത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. റജീനയുടെ വെളിപ്പെടുത്തലുകൾ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയെ വീണ്ടും പ്രതിസ്ഥാനത്ത് നിർത്തുന്നു. കോഴിക്കോട് ഇന്ത്യ വിഷന്റെ ഓഫീസിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തി. 2 സംഘങ്ങളായി എത്തിയ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയത്. അന്ന് ലീഗ് പ്രവർത്തകർ സംസ്ഥാനമൊട്ടാകെ മാധ്യമവേട്ട നടത്തിയെങ്കിലും നീതിയുടെ അത്താണിയെന്ന ധൈര്യമുള്ള മുഖച്ഛായ ഇന്ത്യ വിഷൻ ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകി. ഈ കേസിൽ ഇരയാക്കപ്പെട്ട 7 പെൺകുട്ടികളിൽ ഒരാൾ വന്ന് പരസ്യമായി എന്നെ അല്ലെങ്കിൽ ഞങ്ങളെ ഈ തരത്തിൽ ഇരയാക്കിയിരിക്കുന്നു എന്ന കാര്യം, അതും അവർക്ക് പ്രായപൂർത്തിയായില്ല എന്ന് പറയുന്ന കാലത്ത് നടന്നൊരു സംഭവം വെളിപ്പെടുത്തുന്നത്, അത് അവരുടെ സ്വയം വെളിപ്പെടുത്തലായിരുന്നു. അതാണ് വാർത്തയായി തീർന്നത്. പിന്നീട് അതിൻ്റെ തുടരന്വേഷണം മാധ്യമങ്ങളിൽ വന്നത് അതുമായി ബന്ധപ്പെട്ട് നടന്ന നിയമപരമായ കാര്യങ്ങളെ അട്ടിമറിച്ച സംഭവമാണ്. അതിൽ കേരള ഹൈക്കോടതിയിലുണ്ടായിരുന്ന 2 ജഡ്ജിമാരുടെ കാര്യം, ഒരു അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാര്യം, ഒരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാര്യം, ഇവരുടെ എല്ലാം പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ വാർത്ത, അതൊരു സ്റ്റിംഗ് ഓപ്പറേഷനായിരുന്നു, അത് പുറത്തു വന്നത്. എന്നാൽ ജനതാദൾ MLA ജോസ് തെറ്റയിലിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്ന സംഭവത്തിൽ ദൃശ്യമാധ്യമങ്ങൾ അനവധാനതയുടെ പടുകുഴിയിലേക്ക് പതിച്ചു. ആരോപണം ഉന്നയിച്ച സ്ത്രീ
ആസൂത്രിതമായി പകർത്തിയ ലൈംഗിക വേഴ്ചയുടെ ദൃശ്യങ്ങൾ ഇന്ത്യ വിഷൻ ഒഴികെയുള്ള എല്ലാ ചാനലുകളും ആദ്യം മറയില്ലാതെ സംപ്രേക്ഷണം ചെയ്തു. ജോസ് തെറ്റയിൽ വിഷയത്തിൽ ഇന്ത്യ വിഷൻ ചെയ്തത് ഈ CD റിപ്പോർട്ടർ കയ്യിൽ പിടിച്ചുകൊണ്ട്, ഈ CD ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്, പക്ഷേ ഞങ്ങളിത് സംപ്രേഷണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ രീതിയിലുള്ള ധാർമ്മികത മാധ്യമ സ്ഥാപനങ്ങൾ പുലർത്തേണ്ടതുണ്ട്. ആളുകളുടെ സ്വീകരണ മുറിയിലേക്ക് അനുവാദമില്ലാതെ എന്തും കടത്തിവിടാം, സംപ്രേഷണം ചെയ്യാം എന്നുള്ളൊരു സാഹചര്യം അത് ചെറുക്കപ്പെടേണ്ടതാണ്. തെറ്റയിലിൻ്റെ കാര്യത്തിലും ഈ ശശീന്ദ്രൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതും ഒരു മാധ്യമപ്രവർത്തകരാവട്ടെ അല്ലാതെയുള്ള ആളാവട്ടെ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ക്രിമിനൽ ആക്റ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ശശീന്ദ്രൻ്റെ പ്രൈവസിക്ക് നേരെയും തെറ്റയിലുമായുള്ള ആ സെക്ഷൽ ആക്ടിൻ്റെ കാര്യത്തിലും ഒരു സ്ത്രീ നടത്തിയ ക്രിമിനൽ ആക്റ്റായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇതിനെയെല്ലാം വേർതിരിച്ച് കാണുക എന്നതാണ് ശരി. പിന്നീട് കേരളത്തെ ഇളക്കിമറിച്ച സ്ത്രീ കേന്ദ്രീകൃതമായ വാർത്താവികാസമായിരുന്നു സോളാർ കേസ്. സംരംഭകയായ സരിത എസ് നായരെ സ്വാർത്ഥലാഭത്തിനായി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അടക്കം ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തു എന്നതാണ് സോളാർ വിവാദം. ഉമ്മൻചാണ്ടി ഉൾപ്പെട്ട ദൃശ്യങ്ങളുണ്ടെന്ന് കൂട്ടുപ്രതി ബിജു രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ആ CD പിടിച്ചെടുക്കാൻ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ പോലീസിനോട് ആവശ്യപ്പെട്ടു. അന്നത്തെ കോയമ്പത്തൂർ യാത്രയുടെ പേരിൽ ദൃശ്യമാധ്യമങ്ങളെ അയുക്തികമായി വിമർശിക്കുന്ന വിദണ്ഡവാദക്കാർ ഇന്നുമുണ്ട്. അത് സംബന്ധിച്ച് സർക്കാർ തന്നെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ പ്രക്രിയക്കിടയിൽ ഒരു ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു CD കോയമ്പത്തൂരിലുണ്ട് എന്ന് വെളിപ്പെടുത്തലുണ്ടാകുന്നത്. ആളുകൾ പറയുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ആ CD പെട്ടെന്നെടുത്ത് OB വാൻ ഇട്ട് അത് ടെലികാസ്റ്റ് ചെയ്യാൻ വേണ്ടി മാധ്യമങ്ങൾ അങ്ങോട്ട് പോയി എന്നാണ്. അതല്ല, അത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കോയമ്പത്തൂരിലേക്ക് പോവുക ആണ് ആ ജുഡീഷ്യൽ പ്രക്രിയയുടെ ഭാഗമായി നടക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പോവുക എന്നത്, കോയമ്പത്തൂരല്ല അതിനപ്പുറത്തേക്ക് പോയാലും അതിൻ്റെ കൂടെ പോവുക എന്നത്, ഏതറ്റം വരെയും പോവുക എന്നത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എന്നാൽ അവിടെ നിന്ന് സെക്ഷുവലി എക്സ്പ്ലിസിറ്റായ ഒരു കാര്യം ടെലികാസ്റ്റ് ചെയ്യുക എന്ന കാര്യത്തിൽ അതിലെടുക്കേണ്ട എഡിറ്റോറിയലായ തീരുമാനം അതത് സമയത്ത് എടുക്കുക എന്നതാണ്. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട് സംപ്രേക്ഷണം ചെയ്തതിനേക്കാൾ ഏറെയാണ് സംപ്രേക്ഷണം ചെയ്യാതെ ന്യൂസ് ഡെസ്കുകളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും എന്നതും ഓർക്കണം. സരിത എസ് നായരുടെ ഈ സംഭവങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, അവരുമായി 3 മണിക്കൂർ നേരം സംസാരിച്ച് പിന്നീട് അവർ വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും അന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഒരു ലേഖിക പക്ഷേ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നും പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല, പത്രത്തിൽ അച്ചടിക്കാനും പറ്റില്ല, ചാനലിൽ കൊടുക്കാനും പറ്റില്ല. അത് സത്യമാവട്ടെ അസത്യമാവട്ടെ രണ്ടും കൂടിയതാവട്ടെ, ഈ തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നമ്മുടെ അജണ്ടയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞത്. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെയുള്ള ഒരു ചിട്ടയോടുകൂടിയല്ല പ്രവർത്തിക്കുന്നത്. കേരളം കാത്തിരിക്കുന്ന, കേരളം ഞെട്ടുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മംഗളം ചാനലിന്റെ ഉദ്ഘാടന ദിനം കൊഴുപ്പിക്കാൻ ആസൂത്രിതമായി തയ്യാറാക്കിയതാണ് ഇപ്പോഴത്തെ വിവാദ കേന്ദ്രമായ ഫോൺ കെണി കേസ്. ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വില പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ, ആ സർക്കാരിലെ ഒരു ഭരണാധികാരി, അതും ഒരു മന്ത്രി തന്നെ ഇത്തരത്തിൽ ഒരു ഹീനമായ കൃത്യമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു വീട്ടമ്മയോട്, അഭയം തേടിയെത്തിയുന്ന ഒരു വീട്ടമ്മയോട് ഇത്രയും മോശമായ ഭാഷയിൽ സംസാരിച്ചത് ഒരു പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളുള്ളവർ അവരെ ഈ ടെലിവിഷൻ ദൃശ്യത്തിന് മുന്നിൽ നിന്ന് മാറ്റേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. കൂടുതൽ ദൃശ്യങ്ങൾ മാസങ്ങളോളം AK ശശീന്ദ്രനെ ഗൂഢലക്ഷ്യത്തോടെ പിന്തുടർന്ന മാധ്യമപ്രവർത്തക വിശ്വാസവും സ്നേഹവും ആർജിച്ച ശേഷം ആസൂത്രിതമായി സ്വകാര്യ സംഭാഷണം നടത്തി അത് റെക്കോർഡ് ചെയ്ത് സംപ്രേക്ഷണം ചെയ്തു. ഒരു വർഷമായി ഫോൺ നമ്പർ കൊടുത്ത് ഒരാളെ കൊണ്ട് പ്രണയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവർ പറയുന്നത് ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തിട്ട് ഇയാൾ ഒരു മോശം ആളാണ് എന്ന് പറയുന്നത് ബാത്റൂമിനകത്ത് വീഡിയോ വെച്ചിട്ട് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ നോക്ക് എന്ന് പറയുന്ന പോലെയാണ്. ഒരാളെ വാരിക്കുഴിയിൽ ചടിച്ച് ഒരു ആന വാരിക്കുഴിയിൽ കിടക്കുമ്പോൾ നോക്കിച്ചിരിക്കുന്നത് പോലെയാണ്. അത് അദ്ദേഹം തികച്ചും സ്വകാര്യമായിട്ടുള്ള വ്യക്തിപരമായ കാര്യമാണ്. അത്
പൊതുഖജനാവിൻ്റെ ആവട്ടെ ക്രിമിനൽ കേസാവട്ടെ നമുക്ക് അഴിമതിയായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമില്ല. തൽപര എന്ന് വിചാരിക്കുന്ന ഒരാളോട് പ്രണയം എന്ന് വിചാരിച്ച് സംസാരിച്ച കാര്യങ്ങളാണ്. പിന്നെ ഒരു മന്ത്രി ഇതൊക്കെ സംസാരിക്കാമോ എന്ന് ചോദിക്കേണ്ട കാര്യം നമുക്കില്ല. എങ്ങനെയാണ് ഒരാൾ കിടന്നുറങ്ങുന്നത്, എന്താണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് അയാൾ വസ്ത്രം ധരിക്കുന്നത്, എങ്ങനെയാണ് കുളിക്കുമ്പോൾ സോപ്പ് തേക്കേണ്ടതെന്നൊക്കെ നമ്മളല്ല തീരുമാനിക്കുന്നത്. അത് അദ്ദേഹം തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അഗതിയായി എത്തിയ വീട്ടമ്മയെ മന്ത്രി ലൈംഗിക വൈകൃതത്തിന് ഇരയാക്കിയെന്ന പെരും നുണയെ അലങ്കാരമാക്കിയാണ് അധമ മാധ്യമ പ്രവർത്തനം മംഗളം നടത്തിയത്. തങ്ങളുടെ ലോഞ്ചിൻ്റെ ദിവസം വലിയൊരു കോലാഹലം ഉണ്ടാക്കാൻ, വലിയൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ മുമ്പേ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ട് ഒരു വാർത്ത സൃഷ്ടിക്കുകയാണ്. വാർത്ത സൃഷ്ടിക്കുക എന്നുള്ളത് മാധ്യമപ്രവർത്തകൻ്റെ തൊഴിലല്ല, മറിച്ച് സത്യസന്ധമായ വാർത്തകൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകൻ്റെ കടമ. ഇത് നേരെ തിരിച്ചാണ്, ഒരു വാർത്ത ഉണ്ടാക്കുകയാണ്. അപ്പോൾ നേരെ ചൊവ്വ ഒരു വാർത്ത കിട്ടാനില്ലാത്തത് കൊണ്ട് ചില ആളുകളെ വെച്ചുകൊണ്ട് ഒരു മന്ത്രിയെ ട്രാപ്പ് ചെയ്ത് അയാളുടെ പിന്നാലെ കുറേ കാലം നടന്ന് രാവും പകലുമില്ലാതെ അയാൾ ഫോണിൽ വിളിച്ച് ചില സംഭാഷണങ്ങൾ നടത്തി അശ്ലീലമായ ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുത്തി അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്ത് നിന്നും രാജിവെച്ച് ഒഴിയുക എന്നുള്ളതാണ്. എന്നാൽ വാർത്ത വന്ന് 4-ാം മണിക്കൂറിൽ ഫോൺ കണിക്കിരയായ ശശീന്ദ്രന് മന്ത്രിസ്ഥാനം പരിത്യജിക്കേണ്ടി വന്നു. മംഗളത്തിന് മിന്നുന്ന തുടക്കമെന്ന് അവർ തന്നെ അഹംഭാവം പൂണ്ടു. ടെലിവിഷൻ്റെ അകത്ത് റേറ്റിംഗ് ഒരു വിഷയമാണ്. ടെലിവിഷൻ്റെ അകത്ത് ഓരോ മിനിറ്റും കോമ്പറ്റീഷനാണ്. ചെറിയൊരു മാർക്കറ്റാണ് കേരളത്തിൽ ടെലിവിഷനുള്ളത്. ആ മാർക്കറ്റിലെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. അപ്പോൾ തൻ്റെ ഭാഗം താൻ ചെയ്യുന്ന ഒരു സ്റ്റോറി, അല്ലെ ഞാൻ ആങ്കർ ചെയ്യുന്ന ഒരു സ്റ്റോറി ഏറ്റവും ആകർഷകമാവണം, ജനങ്ങൾ കാണണം. കൂടുതൽ പേര് കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ റേറ്റിംഗ് കൂടുകയുള്ളൂ. കൂടുതൽ പേര് കാണാൻ വേണ്ടി ഞാൻ എന്തെല്ലാം വിദ്യകൾ എനിക്ക് പ്രയോഗിക്കാം, അതെല്ലാം പ്രയോഗിക്കും. അതിതീവ്രമായ സ്വകാര്യ നിമിഷങ്ങളിലെ സംഭാഷണങ്ങൾ എഡിറ്റ് ചെയ്ത് ശശീന്ദ്രന്റെ ഭാഗം മാത്രമായി സംപ്രേക്ഷണം ചെയ്തത് മ്ലേച്ഛ മാധ്യമ സംസ്കാരമാണെന്ന് അപ്പോൾ തന്നെ വിമർശനമുയർന്നു. ലോകത്ത് വൻകിട മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ലോകത്തെ പല പ്രധാനപ്പെട്ട വാർത്തകളും പുറത്തു കൊണ്ടുവരാൻ സ്റ്റിംഗ് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെന്തെങ്കിലും തെറ്റ് ഞാൻ കാണുന്നില്ല. പക്ഷേ ഹണി ട്രാപ്പിംഗ് എന്നത് ജേർണലിസവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സമ്പ്രദായമാണ്, അതല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. അത് സാധാരണഗതിയിൽ ചാരവൃത്തിയിലൊക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു മെത്തേഡ് മാത്രമാണ്. അതിനെ ജേർണലിസമായി കണക്കാക്കുന്നേയില്ല. ഇത്തരം ഒരു വാർത്ത പൊട്ടിവീണതിനെ തുടർന്ന് ഭരണപക്ഷം പോലും പകച്ചുനിന്ന ഘട്ടത്തിൽ മലയാളത്തിലെ മുൻനിര മാധ്യമപ്രവർത്തകരാണ് പറഞ്ഞത് ഇത് അമേദ്യ പ്രവർത്തനമാണെന്ന്. അത് തൽക്ഷണം മനസ്സിലാക്കാൻ കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകർക്ക് കഴിഞ്ഞു, ഞാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഉടൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണല്ലോ ആദ്യമായിട്ട് ഇതിനെതിരെ പറഞ്ഞത്, ശബ്ദം ഉയർത്തിയത്. എന്ത് മനോഹരമായൊരു കാര്യമാണെന്ന് നോക്കി. ഇത് ശരിയല്ല എന്ന് ഒരു മാധ്യമത്തിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരാണ് മുന്നിട്ടിറങ്ങിയത്. ആ മുന്നിട്ടിറങ്ങിയതിൻ്റെ കൂട്ടി ഞാനും ഉണ്ടായിരുന്നു. ഞാൻ ശക്തമായിട്ട് പറഞ്ഞു ഇതേക്കുറിച്ച്, ഇത് ശരിയല്ല. ആ സമയത്ത് തന്നെ ഞാൻ ആദ്യം പ്രതികരിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളാണ്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് മംഗളത്തിലുള്ളവർ. എന്നിട്ട് പോലും ലൈംഗികത ഉൾപ്പെട്ട ഫോൺ കണി പ്രവർത്തനത്തിനായി വനിതാ മാധ്യമ പ്രവർത്തകയെ നിയോഗിച്ച മംഗളം മാനേജ്മെന്റിനെതിരെ വൻ പ്രതിഷേധമുയർന്നു. കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ തൊഴിൽ അന്തസ് ഉയർത്തിപ്പിടിച്ച് തെരുവിലിറങ്ങി. സാമൂഹിക വിരുദ്ധമായിട്ടുള്ള ഒരു പരിപാടിക്ക് ഒരു മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ചതായിട്ട് അവർ ഏകപക്ഷീയമായി തൻ്റെ താല്പര്യപ്രകാരം ഏകപക്ഷീയമായി അവർ തന്നെ തയ്യാറായി വന്നതാണെന്നാണ് ഞങ്ങൾക്ക് ചാനലിൽ കേട്ടത്. ഒരു അന്തസ്സുള്ള സ്ത്രീയും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. നേരെ മറിച്ച് അവരെ അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റോ ബന്ധപ്പെട്ട സ്ഥാപനത്തിലെ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ പ്രവൃത്തിയാണ്. ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ തൊഴിൽപരമായ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. മാധ്യമപ്രവർത്തക ആയതിൽ അഭിമാനിക്കുന്നുവെന്ന ഹാഷ്ടാഗ് നവമാധ്യമങ്ങളിലെ പ്രതിഷേധ തരംഗത്തിന്റെ അടയാളവാക്യമായി. പെൺകുട്ടികളെ ഇത്തരം ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് വളരെ മോശമായ ഏർപ്പാടാണെന്ന് പറയാം.
അവർ ഈ രംഗത്തേക്ക് കടന്നു വരുന്നേ ഉള്ളൂ. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പകരം നിരുത്സാഹപ്പെടുത്തുന്നതും അവരുടെ മുമ്പിലുള്ള വാതിലുകൾ കൊട്ടിയടക്കുന്നതുമായി പോയോ ഈ ഉത്തരം ഓപ്പറേഷൻ എന്ന് സംശയിക്കണം. അതുകൊണ്ട് വനിതാ പത്രപ്രവർത്തകർ ഇതിനെതിരായ പ്രതിഷേധം ഉയർത്തിയത് വളരെ സ്ഥാനത്താണ്. അത് ഇനി മേലിൽ ഒരു മാധ്യമവും ഇത്തരം മാർഗങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീതിശൂന്യമായ ഈ മാധ്യമപ്രവർത്തനത്തിന്റെ പാപപങ്കാളിത്തം തനിക്ക് വേണ്ടെന്ന് പ്രഖ്യാപിച്ച് മംഗളത്തിൽ നിന്ന് വനിതാ മാധ്യമപ്രവർത്തകരടക്കം രാജിവെച്ചു. വനിതാ മാധ്യമപ്രവർത്തകർക്ക് ആത്മാഭിമാനത്തോടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത്, സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ആശങ്കയോടെ നാം നോക്കിക്കാണേണ്ടതാണ്. ഇപ്പോൾ മംഗളത്തിൽ നിന്ന് തന്നെ വനിതാ മാധ്യമപ്രവർത്തകർ രാജിവെച്ച ഒരു സാഹചര്യം, മറ്റു മാധ്യമ സ്ഥാപനങ്ങളിലെ വനിതാ മാധ്യമ പ്രവർത്തകരും ഇത്തരത്തിലായിരിക്കുമോ എന്നുള്ള ഒരു സംശയത്തോടെ അവരെ നോക്കിക്കാണുന്ന സാഹചര്യം. നിശ്ചയമായും തൊഴിലിടങ്ങളിൽ അവർക്ക് സ്വാതന്ത്ര്യത്തോടെയും അഭിമാനത്തോടെയും ആത്മാഭിമാനത്തോടെയും ജോലി ചെയ്യുവാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ മംഗളം ടെലിവിഷൻ നിർവ്യാജം ഖേദിക്കുന്നു. ഈ ഘട്ടത്തിൽ മംഗളം മാനേജ്മെന്റിന് വാർത്താ നുണ സംപ്രേഷണം ചെയ്തതിന് മാപ്പ് പറയേണ്ടി വന്നു. ഒന്നാമതായി, ഈ വാർത്ത പൂർണ്ണ രൂപത്തിൽ മറ്റ് മുൻകരുതലുകൾ എടുക്കാതെയാണ് സംപ്രേഷണം ചെയ്തത്. അത് പിശകാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുപോലെ ഇത് സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ കാണാറുള്ള സ്റ്റിംഗ് ഓപ്പറേഷനാണ്. ഇത് ഞങ്ങൾ നേരത്തെ വെളിപ്പെടുത്താതിരുന്നത് അതിൽ പങ്കെടുത്തവരുടെ ഐഡന്റിറ്റി പുറത്താകാതിരിക്കാനാണ്. ആശ്വാസകരമായ കാര്യം അത് തെറ്റുപറ്റി എന്നവർ മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരെ ഞാൻ ആ കാര്യത്തിൽ അഭിനന്ദിക്കുന്നത്. മാപ്പ് പറയാനുള്ള ഒരു ധൈര്യമുണ്ടായി. മേലിൽ ഇത്തരം ആപത്തുണ്ടാവില്ല, അപകടമുണ്ടാവില്ല എന്നവർ ഉറപ്പ് പറയുന്നു. തീർച്ചയായിട്ടും അതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അവർക്ക് പറ്റിയ തെറ്റ് ഒരിക്കലും സംഭവിക്കരുതാത്ത തെറ്റ് തന്നെയാണ്. മന്ത്രിയോട് സംസാരിച്ചത് അഗതിയായ വീട്ടമ്മയല്ല, സ്വന്തം മാധ്യമപ്രവർത്തക തന്നെയാണെന്നും ഏറ്റുപറച്ചിലുണ്ടായി. ഒരുപക്ഷെ ഒരു മന്ത്രി ഇത്തരത്തിൽ ഒരു അഭയം തേടിയെത്തിയ ഒരു വീട്ടമ്മയോട് ഇങ്ങനെ പെരുമാറുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ആ ശബ്ദം കേട്ടതാണ്. മുതിർന്ന 8 മാധ്യമ പ്രവർത്തകർ അടങ്ങിയ എഡിറ്റോറിയൽ ടീം കൂട്ടായി എടുത്ത തീരുമാനമാണിത്. സ്വയം ഏറ്റെടുത്ത ഒരു മാധ്യമ പ്രവർത്തകയെയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്. മറ്റ് ആരും ഇത് അറിഞ്ഞതുമില്ല. ദൗത്യം സ്വയം ഏറ്റെടുത്ത ഒരു മാധ്യമ പ്രവർത്തക ആരോരും അറിയാതെ ചെയ്തതാണ് ഫോൺ കണി എന്ന വിശദീകരണം തന്നെ വിമർശിക്കപ്പെട്ടു. തയ്യാറായി വന്നതാണ്, അവരുടെ ഇഷ്ടപ്രകാരം ചെയ്തതാണ്, ഞങ്ങളാരും മുകളിലുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള. അങ്ങനെ അറിയാതിരിക്കാൻ ഒരു സാധ്യതയും ഒരു ചാനലിലില്ല, ഒരു സ്ഥാപനത്തിലുമില്ല. എഡിറ്റോറിയൽ ബോർഡും എഡിറ്റേഴ്സും ന്യൂസ് എഡിറ്റേഴ്സും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനാണ്. പക്ഷേ ഇത് വാസ്തവമാണെങ്കിൽ പൊതുസമൂഹത്തിനോട് അവർ മാപ്പ് പറയേണ്ടതാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച സിഇഒക്കെതിരായിട്ട് അവർ തന്നെ പരസ്യമായിട്ട് രംഗത്ത് വരേണ്ടതാണ്. ഇതോടെ മംഗളം മാനേജ്മെന്റിന്റെ ഹീനവാദങ്ങൾക്കെതിരായ വിമർശനം കൂടുതൽ സാധൂകരിക്കപ്പെടുകയാണ് ചെയ്തത്. ലോഞ്ച് ലഭിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ചാനലിൽ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളിൽ തങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ വനിതാ മാധ്യമ പ്രവർത്തകർ നിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു, ഓൺലൈൻ വഴിയായിട്ടൊക്കെ വലിയ പ്രചാരം ആരംഭിച്ചിട്ടുണ്ട്. പ്രൗഡ് ടു ബി എ വുമൺ ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ. സർക്കാരാകട്ടെ മന്ത്രിക്കെതിരായ പരാതിയിൽ ജുഡീഷ്യൽ അന്വേഷണവും മംഗളത്തിനെതിരായ പരാതിയിൽ പോലീസ് അന്വേഷണവുമാണ് പ്രഖ്യാപിച്ചത്. ഏതൊരു സർക്കാരിനും ഏതൊരു ഭരണകൂടത്തിനും അധികാരത്തിലുള്ള ഏതൊരു പാർട്ടിക്കും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡായ ഏതൊരു വ്യക്തിക്കും അവർക്കെതിരെ വരുന്ന വാർത്തകളുടെ മേൽ പോലീസ് അന്വേഷണം എന്ന ഒരു തെറ്റായ കീഴ്വഴക്കമുണ്ടാക്കാൻ ഇത് കാരണമാകും. അതേസമയം ഇത് ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ മംഗളം ചാനൽ ഈ അടുത്ത് ചെയ്ത വാർത്തയുടെ ന്യായീകരണമല്ല. അതുമായി ഈ അഭിപ്രായത്തിന് യാതൊരു ബന്ധവുമില്ല. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ സത്യാവസ്ഥ തേടി പോലീസ് അന്വേഷണം എന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. താൽക്കാലികമായ ഒരു സന്തോഷം അത് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് നൽകുന്നുണ്ടെങ്കിലും അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതോടെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വിഡ്ഢിത്തം മൂലം മൊത്തം മാധ്യമ സ്ഥാപനങ്ങളുടെ വാർത്താമുറികളിലേക്ക് പോലീസിന് ഇരച്ചു കയറാവുന്ന അപായകരമായ കീഴ്വഴക്കവും സൃഷ്ടിക്കപ്പെട്ടു. മാധ്യമങ്ങൾക്ക് നേരെ ക്രിമിനൽ അന്വേഷണം ഒരു പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പറ്റില്ല.
മാധ്യമങ്ങൾ പല രഹസ്യങ്ങളും സൂക്ഷിക്കും, അല്ലെ പല കാര്യങ്ങളും അവർക്ക് രേഖകൾ കിട്ടിയെന്നിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഴിമതിയൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇന്ന മാധ്യമത്തിൻ്റെ കയ്യിൽ ഒരു രേഖ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് തടയാൻ വേണ്ടി ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനെ ഉപയോഗിക്കാൻ സാധിക്കും. അതെ, കണിഞ്ഞാടിടേണ്ടത് ആരാണെന്നുള്ളതാണ് പ്രശ്നം. അത് സർക്കാരിനെ ഏൽപ്പിക്കുന്നതോടുകൂടി അതിൻ്റെ സ്വഭാവം മാറും. അതോടുകൂടി കൂടുതൽ പത്രസ്വാതന്ത്ര്യത്തിന് പരിമിതി വരുന്ന ഒരവസ്ഥ വരും. അത് ഒഴിവാക്കണമെങ്കിൽ പത്രങ്ങൾ സ്വയം തന്നെ ഒരു പെരുമാറ്റച്ചട്ടം അംഗീകരിക്കാറില്ല. ഇപ്പോൾ പ്രസ് കൗൺസിൽ ഉണ്ട്, പക്ഷേ അത് നാമമാത്രമാണ്. ഈ വിവാദത്തിന് പിന്നാലെ വനിതാ മാധ്യമ പ്രവർത്തകരെ അവിശ്വസിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുന്ന അനഭിലഷണീയ പ്രവണത കൂടി ഉണ്ടായി. മുതിർന്ന CPIM നേതാവ് TK ഹംസ തന്നെ മാധ്യമപ്രവർത്തകയോട് വിമുഖനായി. ഈ പറഞ്ഞ ആളാരാന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് ഒരു 90-70 വയസ്സിൻ്റെ ഏതാണ്ട് അദ്ദേഹം ഒരു വളരെ പ്രായം ചെന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ പോലെ ഒരാൾ അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് മാധ്യമപ്രവർത്തകരോടുള്ള ബഹുമാനമോ സ്ത്രീകളോടുള്ള ബഹുമാനമോ അല്ല, മറിച്ച് ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം അതിൽ വളരെ വ്യക്തമാണ്. പെൺകുട്ടികൾ ഈ തൊഴിലിലേക്ക് ധാരാളമായിട്ട് വരുന്നുണ്ട്, പെൺകുട്ടികൾ മാധ്യമരംഗത്ത് വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അതിലുള്ള ഒരു കണ്ണുകടി കൂടി അതിനകത്ത് ഉണ്ടാവണം. അഴിമതിയോ സാമൂഹിക ദുരാചാരമോ പുറത്തു കൊണ്ടുവരാനുള്ള ഒളിക്യാമറ ഓപ്പറേഷൻ അനുവദനീയമാണെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പൊതുജന താൽപ്പര്യമില്ലാത്ത സ്വകാര്യതയിലേക്ക് കടന്നുകയറിയുള്ള ഒളിക്യാമറ ഓപ്പറേഷൻ അനുവദനീയമല്ലെന്ന് ദില്ലി ഹൈക്കോടതിയും വിധിച്ചിട്ടുണ്ട്. കോർപ്പറേറ്റ് സൈനിക രംഗത്തു മാത്രമുള്ള ഹണി ട്രാപ്പാണ് മംഗളം പയറ്റിയത്. സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സംഗതികൾ നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ഉണ്ടായത് ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്ത ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയ ചില ആളുകളെ ചെന്ന് കണ്ട് ചില ജേർണലിസ്റ്റുകൾ അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിച്ചിരുന്നു. അത് പൊതുസമൂഹത്തിന് വളരെ പ്രധാനമാണ്. ഞങ്ങൾ ഇങ്ങനെയാണ് ഇവരെയൊക്കെ കൊന്നത്, ഇത്ര പേരെ ഞങ്ങൾ കൊന്നിട്ടുണ്ട്, ഈ തരത്തിലുള്ള തന്ത്രങ്ങളാണ് ഉപയോഗിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുജറാത്ത് കലാപത്തിൽ പല സംഗതികളും മൂടിവെക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അത് പുറത്തു കൊണ്ടുവന്നു. അത്തരം സംഗതികളാണ് ടെഹൽക്കെ പോലുള്ള വളരെ ശക്തമായിട്ടുള്ള മുൻകാല സ്റ്റിംഗ് ഓപ്പറേഷനുകൾ വന്നിട്ടുള്ളത്. പറയാം, ഇപ്പോൾ എനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ട്. മനോരമയുടെ പത്രവുമായിട്ട് ചേർന്ന് 2007 ആദ്യം ഈ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന കാര്യം ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ ചെയ്ത ഒരാളാണ്. പക്ഷേ അതും സാമ്യമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ സാമ്യമില്ല. കാരണം അതിനകത്ത് ഞാൻ കൊടുത്ത റിപ്പോർട്ടിനകത്ത് കുടുങ്ങിയ ഒരു പുരുഷനെ പറയാമോ, ഒരു മുഖം പറയാമോ? എന്നാൽ നൈതിക പോരാട്ടത്തിലെ ഒഴിവാക്കാനാകാത്ത ജനകീയ മാർഗമായ മാധ്യമപ്രവർത്തനത്തെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്താൻ നടക്കുന്ന ശ്രമവും തിരുത്തൽ പ്രക്രിയയ്ക്കൊപ്പം തിരിച്ചറിയപ്പെടണം. കാര്യവട്ടത്ത് ജേർണലിസം മാസ്റ്റേഴ്സ് ഡിഗ്രി ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് ബാച്ചിൽ പെട്ട ആളാണ്. പക്ഷേ 2 വർഷം അവിടെ പഠിച്ചാലും മാതൃഭൂമി ചേരുമ്പം അവിടെ കൃത്യമായ ഒരു ട്രെയിനിങ് രീതിയുണ്ട്. ആ പരിശീലനം എന്ന് പറഞ്ഞാൽ ഏകദേശം 2 വർഷം നീളുന്ന ട്രെയിനിങ്. ആ സമയത്ത് ട്രെയിനിങ് കാലത്തൊരു അലവൻസ് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നീട് 6 മാസത്തെ ഇൻറ്റേൺഷിപ്പ്. ഈ 2.5 വർഷത്തെ പരിശീലനം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ എഴുതുന്ന ഒരു ചരമവാർത്ത പോലും പത്രത്തിൽ വരണം എന്നില്ല. നമുക്കൊക്കെ ഒന്ന് പുതിയ പത്രമൊക്കെ ഒന്ന് ലേ ഔട്ട് ചെയ്യാനും നമ്മൾ എഴുതുന്ന കാര്യങ്ങളൊന്ന് അച്ചടിച്ച് വരാനും അപ്പം നമ്മൾ എഴുതുന്നതെല്ലാം തിരുത്തി എഡിറ്റ് ചെയ്ത് ആ സമയത്തൊക്കെ നമ്മുടെ ഒരു പരിശീലന പ്രോസസ്സ്. അതിൻ്റെ അകത്ത് ഒരു പത്രപ്രവർത്തകനെ, ഒരു ജേർണലിസ്റ്റിനെ പരുവപ്പെടുത്തി പദം വരുത്തി എടുക്കുകയാണ് പ്രോസസ്സിൽ കൂടെ. നമുക്ക് തെറ്റ് വരാൻ പാടില്ല. മാധ്യമപ്രവർത്തനം എന്നത് അഭിമാനത്തോടു കൂടി ചെയ്യാവുന്ന ഒരു ജോലിയായിരുന്നത് വളരെ പെട്ടെന്ന് അത്രയൊന്നും നല്ലതല്ലാത്ത ഒരു ജോലി, അത്രയൊന്നും അംഗീകാരമില്ലാത്ത ഒരു ജോലി എന്ന് മറ്റെന്തൊക്കെയോ ദുരുദ്ദേശങ്ങൾ വെച്ചുള്ള ജോലി എന്ന നിലയിലേക്ക് അധപ്പതിച്ചത് ഈ സമീപകാലത്താണ്. അതിൽ ടെലിവിഷൻ ചാനലുകളുടെ വാർത്താ സംസ്കാരത്തിന് സവിശേഷമായ പങ്കുണ്ട്. ചില ഓൺലൈൻ മാധ്യമങ്ങളുടെ വാർത്താ സംസ്കാരത്തിനും അതിൽ സവിശേഷമായ പങ്കുണ്ട്. എന്നുവെച്ച് ഇത് മുഴുവൻ മാധ്യമങ്ങളുടെ മാത്രം കുറ്റമാണ് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന വളരെ വിശാലമായൊരു ഗൂഢപദ്ധതിയുടെ ഭാഗമായാണ് എനിക്ക് തോന്നുന്നത്. ഹണി ട്രാപ്പിന്റെ പേരിൽ മംഗളത്തെ എതിർക്കുമ്പോൾ തന്നെ ആത്മപരിശോധനയുടെ അനിവാര്യ ഘട്ടമായി പൊതുമാധ്യമങ്ങൾ ഈ വിവാദത്തെ കാണണം. കാരണം ജോസ് തെറ്റയിൽ വിവാദത്തിൽ തെറ്റ് ചെയ്തവരാണ് ഇന്ത്യ വിഷൻ ഒഴികെയുള്ള മുഴുവൻ മാധ്യമങ്ങളും. ഇനിയുള്ള മാധ്യമ നിലനിൽപ്പിനും തിരുത്തൽ അനിവാര്യമാണ്. വിശ്വാസ്യത എന്ന ഒറ്റ തൂണിലാണ് എല്ലാ മാധ്യമ കൊട്ടാരങ്ങളും നിലനിൽക്കുന്നത്.